Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളുടെ കാസർഗോഡ് ഈദ് സ്പെഷ്യലായിട്ടുള്ള വേറൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈത്തപ്പഴം നിറച്ച് പൊരിച്ചതാണ് ഇത്. ഈത്തപ്പഴം പൊരിക്കൽ രണ്ട് ടൈപ്പിലുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് വേറൊരു മെത്തേഡാണ്. ഇത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ വിടൂല, അത്രയ്ക്കും ടേസ്റ്റാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3/4 കിലോ വരെയുള്ള ഈത്തപ്പഴമാണ്. ഞാൻ ഇങ്ങനെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ പാക്കറ്റോടുള്ള ആ ഈത്തപ്പഴത്തിൽ നിന്നാണ് ഒരു 1/4 ഭാഗം മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 3/4 കിലോ ഉണ്ട്. ഇതൊരു കിലോൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. നമ്മളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമായിരിക്കും ഉണ്ടാവുന്നുള്ളത്. ഇവിടെ കിട്ടുന്നതൊക്കെ നല്ലോണം സോഫ്റ്റ് ഉള്ളതാണ്. ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരക്ക എടുക്കരുത് കേട്ടോ. ഈത്തപ്പഴം തന്നെ ചോദിച്ച് വാങ്ങിക്കണം. എന്നിട്ട് എല്ലാം ഞാൻ ഇതുപോലെ തന്നെ സെയിം കുരു കളഞ്ഞിട്ട് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഉറപ്പുള്ള ഈത്തപ്പഴമായിരിക്കും ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ചെറുതായി അരിഞ്ഞെടുത്താലും മതി. ചെറുതായി അരിയുമ്പോൾ കുറേ പണിയല്ലേ, അതുകൊണ്ട് മിക്സിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും എടുക്കുന്നുണ്ട്, മുന്തിരി. അപ്പോൾ അതിനെല്ലാം ഞാൻ ചെറുതായി കൈ കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് മിക്സീൻ്റെ ജാറിലൊന്നും ഇടാൻ പോകരുത്. അപ്പോൾ ഈ മിക്സീൻ്റെ ജാറിലിട്ടെങ്കിൽ നല്ലോണം പൊടിഞ്ഞിട്ട് പോകും. അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് നല്ല ഗീ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യിൻ്റെ സ്മെല്ലും കൂടി വരുമ്പോൾ പ്രത്യേക തരം ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഈത്തപ്പഴത്തിൻ്റെ അപ്പത്തിനുള്ളത്. അപ്പോൾ റൈസിൻസ് ഞാൻ ആദ്യം ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് എടുക്കുന്നില്ല, അതിൽ തന്നെ വെച്ചിട്ട് തന്നെ അതിൻ്റെ മേലേക്ക് തന്നെ വീണ്ടും ഞാൻ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മുന്തിരിയും കാഷ്യൂനട്ടും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒന്ന് നല്ലോണം കരിഞ്ഞിട്ട് മുരിഞ്ഞിട്ടൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കറുമുറി ആയി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഈത്തപ്പഴത്തിനെ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം കുറച്ച് ഉറപ്പ് കൂടുതലുള്ളതാണെങ്കിൽ നല്ലോണം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നല്ലോണം അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇവിടുത്തെ ഈത്തപ്പഴം പൊതുവെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനൊന്ന് നല്ലോണം വേവിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഒന്ന് നല്ല പോലെ ഈ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഇതിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. ഇത് ഈത്തപ്പഴത്തിനെ വേവിച്ചിട്ടെടുക്കണമെന്ന് ആവശ്യമില്ല. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തിട്ടല്ലേ ഓൾറെഡി കഴിക്കുന്നുള്ളത്, അതുകൊണ്ട് മാത്രമാണ്. എന്നിട്ട് നമ്മളുടെ നാട്ടിലത്തെ ഈത്തപ്പഴമാണെങ്കിൽ മധുരം കുറവാണെങ്കിൽ മാത്രം അതിലേക്ക് ഷുഗർ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തോ. ഞാൻ ഇത് നല്ലോണം മധുരം കൂടുതലുള്ളത് തന്നെ ഷുഗർ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഈത്തപ്പഴത്തിന് പൊതുവെ മധുരം ഉണ്ടാവുമല്ലേ, അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3/4 തേങ്ങ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തേങ്ങൻ്റെ 3/4 ഭാഗം വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക്. എന്നിട്ട് ഏലക്കപ്പൊടിയാണ് പിന്നീട് ഞാൻ 1/2 ടീസ്പൂണിന് മേലെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എളുപ്പത്തിലാവുന്നില്ലേ. അല്ലെങ്കിൽ നമ്മൾ ഈത്തപ്പഴം കാച്ചുന്നതിങ്ങനെ അതിന് ഡയറക്റ്റായിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് എണ്ണയിൽ പച്ചരീൻ്റെ മാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനെ കയ്യിലേക്ക് നെയ്യോ അതുപോലെ തന്നെ ഓയിലോ എന്തെങ്കിലും തടവി കൊടുത്തിട്ടായിട്ട് ഇതിനെ ഇങ്ങനെ നമ്മൾക്ക് ഏത് ഷേപ്പിലാക്കിയിട്ടാണ് ബോൾസാക്കി എടുക്കേണ്ടത് ആ ഷേപ്പിലാക്കിയിട്ട് ബോൾസാക്കി എടുക്കാം. ഞാൻ ഉന്നക്കായിൻ്റെയൊക്കെ ഒരു ഷേപ്പില്ലേ ആ ഷേപ്പിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെയൊക്കെ നോർമൽ ഷേപ്പ് അതാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ 3/4 കിലോ ഈ ഡേറ്റ്സ് കൊണ്ട് 38-39 എണ്ണം ഇതുപോലത്തെ ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇത് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് വെള്ളത്തിൽ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഉള്ളത്. ഇത് നമ്മളുടെ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നില്ലേ, അതിലാണ് കേട്ടോ ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. ഒരു അരക്കപ്പിന് കുറച്ച് മീതം മതി പച്ചരി, കൂടുതൽ എടുക്കണ്ട, കുറേ മാവ് അവിടെ വേസ്റ്റ് ആവും. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാൻ 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്, പിന്നെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല മഷി പോലാക്കിയിട്ട് അരച്ചടിച്ചിട്ട് വരാം. ഇതാ നല്ല മൈ പോലാക്കിയിട്ട് തന്നെ അരച്ചടിച്ചിട്ടുണ്ടാവാം. എന്നിട്ട് അതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ല കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നമ്മൾ പൊരിണ്ടൊക്കെ മാവ് ഉണ്ടാവുന്നില്ലേ, അതുപോലത്തെ കൺസിസ്റ്റൻസിയാണ് വേണ്ടിയിട്ടുള്ളത്. സെയിം പൊരിണ്ട തന്നെ. ഇപ്പോൾ പൊരിണ്ട പൊരിച്ചിട്ട് ബാക്കിയുള്ള മാവ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ പൊരിച്ചെടുത്തെങ്കിലും മതി. ഞാനിത് നിങ്ങൾക്ക് പ്രത്യേകം കാണിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഓയിൽ അവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചൂടാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് ഒരു 5-6 എണ്ണമല്ലോ ഞാൻ ഒന്നിച്ച് പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ പാനിൽ അത്രയും പിടിക്കുന്നുണ്ട്. നമ്മളുടെ പാനിൽ എത്രയൊക്കെ പിടിക്കുക അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം. അങ്ങനെ ഒരു 7 എണ്ണമൊക്കെ ഒരു ബാച്ചിൽ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. മാവിന് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് ഒരു ടിപ്പ് കൂടിയുണ്ട്. ഈ കളർ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മാവിലേക്ക് ഇല്ലേ 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളർ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും. ഇല്ലെങ്കിൽ കുറേ സമയം എടുക്കും നമ്മൾ ഇതിൻ്റെ ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മളുടെ അപ്പം, പെരുന്നാളിൻ്റെ അപ്പം ഈത്തപ്പഴം നിറച്ച് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക്. കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും. എന്നോട് ഒരുപാട് പേര് ഈത്തപ്പഴത്തിൻ്റെ റെസിപ്പി ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈത്തപ്പഴം പൊരിക്കുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. നോർമൽ പിന്നെ ഒന്നും പണിയൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഈ മാവിലേക്ക് തന്നെ സെയിം മാവിലേക്ക് തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കവേ. ഇതും എല്ലാവരും നമ്മളുടെ നാട്ടിൽ സെയിലാക്കുന്ന മെയിൻ റെസിപ്പീസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്കിക്കോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ കഴിക്കാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് അപ്പത്തിൻ്റെ റെസിപ്പീസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.